ഇന്ന് ചില ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്. തികച്ചും അപ്രത്യക്ഷമായ ഒരു കാഴ്ച കണ്ടു. തൃശൂർ ജില്ലാ ആശുപത്രിയുടെ മുൻപിലായി 18-19 വയസ്സ് പ്രായമുള്ള 2 യുവാക്കൾ ഒരു ടേബിളൊക്കെ ഇട്ട് ഐസ്ക്രീം, കേക്ക് എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഈ 2 പയ്യന്മാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു ഐസ്ക്രീം കഴിക്കൂ, 50 രൂപയാണ് വില. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ല. ഞാനത് നടന്നുപോയി. എന്നോട് പറഞ്ഞ ആ കുട്ടികളുടെ മുഖം എന്റെ മനസ്സിലുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഫുട്പാത്തിൽ നിന്നും അങ്ങനെ ഐസ്ക്രീം വിൽക്കുന്നത് കണ്ടിട്ടില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വിൽക്കുന്നത്? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾ പൂരപ്പറമ്പിലായിരുന്നു ഐസ്ക്രീം വിറ്റിരുന്നത്, അവിടെ നിന്ന് ഞങ്ങൾ ഓടിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം എല്ലാം തയ്യാറാക്കി ഒരാൾ പൂരപ്പറമ്പിൽ നടന്ന് ഐസ്ക്രീമിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ആർക്കെങ്കിലുമൊക്കെ ഐസ്ക്രീം വേണമെങ്കിൽ പാഴ്സൽ എന്നോണം ഒരു പ്ലേറ്റിൽ വെച്ച് ഇത് കൊണ്ടു കൊടുക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരും മെഡിസിന് പഠിക്കുകയാണ്. 2ാം വർഷ MBBS വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഒരു വർഷത്തെ ഫീസ്, അവരുടെ ഹോസ്റ്റൽ ചെലവുകൾ എല്ലാം നിർവഹിച്ചു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർ സ്വയമേവ തെരഞ്ഞെടുത്ത ഒരു വഴിയാണ് ഐസ്ക്രീം വിൽക്കുക എന്നുള്ളത്. പോകുന്നു പെട്ടെന്ന് ഞെട്ടലുണ്ടാക്കി എനിക്ക്. ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു തൊഴിൽ സാധ്യതയില്ലേ? സൊമാറ്റോ പോലെയുള്ള വണ്ടികൾ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 1000 രൂപ സേവ് ചെയ്യാലോ. അപ്പൊ അവർ പറയുന്ന ഒരു വാദഗതി, ഇവർക്ക് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ഇറങ്ങാൻ സാധിക്കുക, ഒരു രാത്രി ഒരുപാട് ലേറ്റായി ഹോസ്റ്റലിൽ എത്തേണ്ട ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവര് അതിനിടയ്ക്ക് കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ ഐസ്ക്രീം കച്ചവടം. മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ നമുക്ക് അവരെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തന്നെ പറയാം, ഇതാണ് ലോകത്തിന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വെളിച്ചം. ഒരുപക്ഷെ നിങ്ങൾ ഡോക്ടറായി സമൂഹത്തിൽ സേവനം ചെയ്യുമ്പോൾ എത്രമാത്രം അടിത്തട്ടിലേക്ക്, മനുഷ്യന്റെ ഓരോ അവസ്ഥകളിലേക്കും കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.